ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 5 തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ഈ വർഷത്തിലെ ഏറ്റവും പുതിയ തമിഴ് ബിഗ് ബഡ്ജറ്റ് സിനിമ തഗ് ലൈഫ്. കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത് കമലഹാസൻ, STR, തൃഷ, അശോക് സെൽവൻ, ജോജി ജോർജ്, അഭിരാമി, ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയ വലിയ ഒരു താരനിരയോടെയാണ് മണിരത്നം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ തഗ് ലൈഫ് എന്ന സിനിമയുടെ വിദേശ രാജ്യത്ത് നിന്നുള്ള ആദ്യ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്രകാരം വലിയ താരനിരയോടെ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ആക്ഷൻ ഡ്രാമ സിനിമയ്ക്ക് ഒട്ടും നല്ല അഭിപ്രായങ്ങളല്ല ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ബിലോ അവറേജും അതോടൊപ്പം തന്നെ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും നേരിടുത്തിരിക്കുന്നത്. ഇതാണോ വർഷങ്ങൾക്ക് ശേഷം കമലഹാസനും മണിരത്നവും ഒരുമിച്ചപ്പോൾ സംഭവിച്ച സിനിമ എന്നൊരു ചോദ്യമാണ് ഇതിനോടകം തന്നെ വിദേശ രാജ്യത്ത് നിന്ന് വരുന്നത്. എന്തായാലും വിദേശ രാജ്യത്തെ അഭിപ്രായം കൊണ്ട് മാത്രം സിനിമയെ മൊത്തത്തിൽ വിലയിരുത്താനായിട്ട് സമയമായിട്ടില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സിനിമയുടെ പ്രദർശനം ആരംഭിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ട് മേഖലയിലും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമേ സിനിമയുടെ ഷോ എല്ലാം തന്നെ പൂർത്തിയാക്കപ്പെടുകയുള്ളൂ. കൃത്യമായ അഭിപ്രായങ്ങൾ പുറത്തു വരികയുള്ളൂ. രണ്ട് മേഖലകളിൽ നിന്നുള്ള ആദ്യ പകുതി അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ ലാഗ് അടുപ്പിക്കുന്ന ആദ്യ പകുതി, അതോടൊപ്പം തന്നെ ആവറേജ്, ബിലോ ആവറേജ് തുടങ്ങിയ അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ആദ്യ പകുതിക്ക് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ കേരള തമിഴ്നാട് ആദ്യ ഇംപ്രഷനും അത്ര മികച്ചതൊന്നും തന്നെയല്ല. എന്തായാലും മുഴുനീള അഭിപ്രായങ്ങൾ വരട്ടെ, അതറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. തഗ് ലൈഫ് എന്ന സിനിമയെക്കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.